പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പരീക്ഷാ കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നീറ്റ് പരീക്ഷാ ഫലം അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചത്. വ്യാഴാഴ്ച ഈ ഒരു കൂട്ടം ഹർജികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷ വീണ്ടും നടത്തണം, അല്ലെങ്കിൽ പരീക്ഷാ ഫലം റദ്ദാക്കണമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ ഒരു കൂട്ടം ഹർജികളുണ്ടായിരുന്നു. ഹർജികൾ പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി നിർണായകമായൊരു തീരുമാനം എടുത്തത്. എന്തായാലും ഈ ശനിയാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി ഫലം പ്രസിദ്ധീകരിക്കണമെന്നാണ് കോടതി അന്ന് പറഞ്ഞിരുന്നത്. അത് ആ തീരുമാനപ്രകാരമാണ് ഇന്ന് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫലം അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് പരീക്ഷാ കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ മറച്ചുകൊണ്ടാണ്, വിവരങ്ങൾ പരസ്യപ്പെടുത്താതെയാണ് ഈ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ആ രീതിയിലാണ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു. അതായത് ടെസ്റ്റ് നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ പൂർണ്ണമായും ബാധിച്ചെങ്കിൽ മാത്രമാണ് പരീക്ഷ ക്യാൻസൽ ചെയ്യൂ അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കാനാകൂ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്ന് നിരീക്ഷണങ്ങളടക്കം പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളടക്കം ഇരുപക്ഷത്തിൻ്റെയും കേട്ട ശേഷമാണ് വ്യാഴാഴ്ച കോടതി നിർണായകമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ശനിയാഴ്ച, അതായത് ഇന്ന് 12 മണിക്ക് മുമ്പായി ഫലം പ്രസിദ്ധീകരിക്കണമെന്നാണ് കോടതി അന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനം NTAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. എന്തായാലും 12 മണിക്ക് മുമ്പായി തന്നെ NTAയുടെ വെബ്സൈറ്റുകളിൽ ഫലം ഇപ്പോൾ ഉണ്ട്. ഫലം NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഫലം അറിയാനായി സാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും 12 മണിക്ക് മുമ്പായി തന്നെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് NTAയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഹർജികളിൽ വാദം തിങ്കളാഴ്ച തുടരുമെന്നും കോടതി എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഉന്നയിക്കുന്ന മറ്റ് വാദങ്ങളെല്ലാം തന്നെ ഈ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് വാദങ്ങളെല്ലാം തന്നെ തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഈ നീറ്റ് UG പരീക്ഷാ ഫലം ഇപ്പോൾ NTAയുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആതിര. ശരി ഉണ്ണികൃഷ്ണൻ, നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പരീക്ഷാ കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലം പുറത്തുവിട്ടത്.